അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് അല്ലെങ്കിൽ വലിയ ചിറകുള്ള ഒരു വാർദ്ധക്യ ഒരു വൃദ്ധൻ എന്നുള്ള ആ പാഠഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഭാഗത്തിലെ 9ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഹി ടുക്ക് ഹെർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. ഇവിടെ ഹി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാവോ? പെലായോയെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ടുക്ക് ഹെർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹം എങ്ങോട്ടേക്ക് എടുത്തു? അദ്ദേഹം വീടിന്റെ റെയർ കോർട്ട്യാർഡിലേക്ക് പിൻഭാഗത്തുള്ള മുറ്റത്തേക്ക് എടുത്തു. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവർ രണ്ടുപേരും ആ വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് അവർ അവിടെ നിന്ന് വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് അവർ രണ്ടുപേരും നോക്കി. ഓക്കെ. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. അതായത് ആ മനുഷ്യൻ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, ധരിച്ചിരുന്നത് എങ്ങനെയാണ്? റാക്ക് പിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ നിന്നും അതുപോലെ കിടക്കുന്ന പഴയ തുണികളും പഴയ പ്ലാസ്റ്റിക്കുകളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സഞ്ചിക്കകത്ത് പറക്കി ഇട്ടുകൊണ്ട് പോയി ഉപജീവനം നടത്തുന്ന ആളുകളെ കുറിച്ച് പറയുന്നതാണ് റാക്ക് പിക്കർ. അതായത് ഈ വേസ്റ്റ് ആയിട്ട് പഴംതുണിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പഴംതുണികളും പഴയ സാധനങ്ങളും പെറുക്കിയെടുക്കുന്ന ഒരാളെ പോലെ. There were only few faded hairs left on his bald skull. അദ്ദേഹത്തിന്റെ തലയിൽ there were only few faded hairs. അതായത് വളരെ കുറച്ച് മുടികൾ മാത്രമാണ്, ഫേഡഡ് ഹെയർസ് മുടികൾ, ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ അദ്ദേഹത്തിന്റെ മൊട്ട തലയിൽ അല്ലെങ്കിൽ കഷണ്ടി തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അദ്ദേഹത്തിന്റെ വായിലാണെങ്കിൽ വളരെ കുറച്ച് പല്ലുകളുമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ. അദ്ദേഹത്തിന് നമുക്ക് കാണുന്നത് ദയനീയ അവസ്ഥ. പിറ്റിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയ തോന്നുന്ന കണ്ടീഷൻ, അവസ്ഥ. സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിന്റെ ആ ദയ തോന്നുന്ന അവസ്ഥ സീംഡ് കാണപ്പെട്ടു. എന്തായിട്ടാണ്? ഒരു ഡ്രെഞ്ച്ഡ് അവസ്ഥ, നനഞ്ഞു കുതിർത്ത് വന്ന ഒരു വലിയ കിളവനെ പോലെ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പനെ പോലെ. ഡ്രഞ്ചഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ് കുതിർത്ത് വരിക. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അതായത് നനഞ്ഞ് കുതിർന്ന് വന്ന ഒരു വലിയ അപ്പൂപ്പനെ പോലെ തോന്നി. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗാർഡനർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ദിസ് ടുക്ക് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇല്ലാതാക്കി തീർന്നു. ഗാർഡനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ മഹത്വങ്ങളും ഗാർഡനർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന മഹത്വങ്ങളെല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്പ്ലെൻഡർ, മാഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ മഹത്വം, ഗ്ലോറി എന്നൊക്കെ നമുക്ക് പറയാവുന്നത് മൈറ്റ് ഹാവ് ഹാഡ്. ഹിസ് ഹ്യൂജ് ബേഴ്സ്ഡ് വിങ്സ്. അദ്ദേഹത്തിന്റെ ഹ്യൂജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടുകൂറ്റൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ബർസ്ഡ് അതായത് ചിറകുകൾ, അതായത് കൂറ്റൻ ബർസർ വിങ്സ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ പടുകൂറ്റൻ ചിറകുകൾ എന്ത് സംഭവിച്ചു? വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. അതായത് ഡേർട്ടി ആയിരുന്നു, ചെളിയിൽ കുതിർന്നത് അല്ലെങ്കിൽ മണ്ണിൽ കിടന്നതായിരുന്നു. അതുപോലെ തന്നെ ഹാഫ് പ്ലക്ഡ്, അതായത് പറയുന്നത് അത് പകുതി നഷ്ടപ്പെട്ടു പോയിരുന്നു. വെർ എൻഡാങ്കിൾഡ് ഇൻ ദ മഡ്. ചെളിക്ക് അകത്ത് മുങ്ങിപ്പോയിരുന്നു. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് ആൻഡ് സോ ക്ലോസ്ലി. അവരെന്ത് ചെയ്യുന്നു? ആ വൃദ്ധനായ കിളവനായ ചിറകുള്ള മനുഷ്യനെ എന്ത് ചെയ്തു? ലുക്ക്ഡ് അറ്റ് ഹിം, നോക്കി നിന്നു. സോ ലോങ്, കുറേ നേരം. ആൻഡ് സോ ക്ലോസ്ലി, കുറേ അടുത്തായിട്ട്. ദാറ്റ് പേലോ ആൻഡ് എലിസണ്ട വെരി സൂൺ ഓവർകം ദെയർ സർപ്രൈസ്. അവർ രണ്ടുപേരും പെലിയോയും അതുപോലെ തന്നെ എലിസണ്ടയും അവരുടെ ആ സർപ്രൈസ്, അതിശയം, ആ അതിശയത്തെ അവർ ഓവർകം ചെയ്തു, അതിജീവിച്ചു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫമിലിയർ. അവസാനം അവർക്ക് എന്ത് തോന്നി? ദേ ഫൗണ്ട് ഹിം, അവനെ കണ്ടു. ആരായിട്ട്? ഹിം, ഫമിലിയർ, ഒരു പരിചയമുള്ള മനുഷ്യനെ പോലെ തോന്നി. ദെൻ ദേ ഡയേഡ് ടു സ്പീക്ക് ടു ഹിം. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഡയേഡ്, അതായത് ധൈര്യം ഉണ്ടായി. എന്തിനാണ്? സ്പീക്ക് ടു ഹിം, അവനോട് പറയുന്നതിനായിട്ട്. ഹി ആൻസേഡ്, അദ്ദേഹം എന്ത് ചെയ്തു? ആൻസേഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്ട് വിത്ത് സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ഹി ആൻസേഡ്, അദ്ദേഹം ഉത്തരം നൽകി. ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ, അതായത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ശബ്ദത്തിൽ, ഒരു ഡയലക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു
ഗോത്രഭാഷ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു ഗോത്രഭാഷയിലുള്ള സംസാരത്തിലായിരുന്നു. ഡയലക്ട് വിത്ത് സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അദ്ദേഹം ഒരു സെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കപ്പൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ സെയിലർ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ആളുകാരുടെ, കപ്പലിൽ പോകുന്ന ആളുടെ ഒരു സ്റ്റൈലില് അദ്ദേഹം ആ ഒരു ഒച്ചയിൽ അദ്ദേഹം വർത്താനം പറഞ്ഞു. ദേ concluded that he was a lonely castaway from some foreign ship wrecked by storm. അവര് ഒരു തീരുമാനത്തിലെത്തി. എന്താണ്? He was a lonely castaway. അദ്ദേഹം ഒരു കാസ്റ്റവേ ആയിട്ട് വന്ന്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് കാസ്റ്റവേ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പലൊക്കെ അപകടത്തിൽപ്പെട്ടിട്ട് ഈ ഒരു പ്രകാരത്തിൽ തീരത്ത് നീന്തിയും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് തീരത്ത് അടിഞ്ഞു ചേർന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചു. ഫ്രം എ ഫോറിൻ ഷിപ്പ്, ഒരു വിദേശ രാജ്യത്തെ കപ്പലിൽ നിന്ന്. വ്രക്ഡ് ബൈ സ്ട്രോം, എന്താണ്? കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നപ്പോൾ അതിൽ നിന്നും തീരത്തടിഞ്ഞ ഒരു മനുഷ്യനാണെന്ന് അവർ കൺക്ലൂഡ് ചെയ്തു, നിഗമനത്തിൽ എത്തിച്ചേർന്നു. കൺക്ലൂഡ് എന്ന് വെച്ചാൽ നിഗമനത്തിൽ എത്തിച്ചേർന്നു. Then they called in a neighbor woman to see him. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു അയൽക്കാരിയായ സ്ത്രീയെ വിളിച്ചു. എന്തിനാണ്? ടു സീ ഹിം, അവരെ കാണിക്കാൻ വേണ്ടി. All she need was one look to show them their mistake. അവൾക്ക് ആകെ വേണ്ടി വന്നിരുന്നത് ഒന്ന് നോക്കുക മാത്രമായിരുന്നു. എന്തിനാണ്? ടു ഷോ, അവരെ കാണിച്ചു കൊടുക്കാൻ. their mistake, their എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിലയായുടെയും എലിസന്റയുടെയും മിസ്റ്റേക്ക്. ഹീ ഈസ് ആൻ ഏഞ്ചൽ, അവൾ പറഞ്ഞു. അവൻ ഒരു ഏഞ്ചൽ ആണെന്ന്. ഷീ ടോൾഡ് ദം, അവരോട് പറഞ്ഞു. ഹീ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. അവൻ എന്തിനാണ്? ഈ കുട്ടിക്ക് വേണ്ടിയായിരിക്കും വന്നത്. ബട്ട് ദ പുവർ ഫെല്ലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. പക്ഷേ പുവർ ഫെല്ലോ, ഈ പാവപ്പെട്ട മനുഷ്യൻ, ഈ സോ ഓൾഡ്, അവൻ വളരെ പ്രായമായി പോയി. ഓക്കെ, ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ, അവനെ മഴയേറ്റ് അവൻ അവശതയായി താഴെ വീണുപോയി. ഓൺ ദ ഫോളോയിങ് ഡേ എവരി വൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായാവൂസ് ഹൗസ്. എന്താണ്? ഓൺ ദ ഫോളോയിങ് ഡേ, ഫോളോയിങ് ഡേ വെച്ചാൽ അടുത്ത ദിവസം. എവരി വൺ ന്യൂ, എല്ലാവരും അറിഞ്ഞു. ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, ഒരു ഫ്ലഷും ബ്ലഡും, അതായത് രക്തവും മാംസവും ഉള്ള ഒരു ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ്, അതിനെ എന്താണ്? പിടിച്ചു വച്ചിട്ടുണ്ട്. ആരെയാണ്? പെലായാവുസ് ഹൗസ്, പെലായാവുടെ വീട്ടില്. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ. പെലായോ എന്ത് ചെയ്തു? ആ ഉച്ച കഴിഞ്ഞുള്ള സമയം മുഴുവൻ, ആഫ്റ്റർനൂൺ മുഴുവൻ അവനെ വാച്ച്ഡ്, അവനെ നിരീക്ഷിച്ചു. ഫ്രം ദ കിച്ചൺ, എവിടെ നിന്നിട്ടാണ്? കിച്ചണിൽ നിന്ന്. ആൻഡ് ആർംഡ് ഹിസ് വൈഫ്സ് ആൻഡ് ആർംഡ് വിത്ത് ഹിസ് ബെയ്ലീഫ്സ് ക്ലബ്. അതായത് ബെയ്ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെന്നറിയാവോ? ഈ കോടതി ഉത്തരവുകളൊക്കെ നടപ്പാക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അതൊരു ഗവൺമെന്റ് ജോലിയാണ്. ഒക്കെ എന്താണ്? എങ്ങനെയാണ് വാച്ചിട്ട്? ആംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവൻ ആയുധം ധരിച്ചിരുന്നു. വിത്ത് ഹിസ്, അവന്റെ ബെയ്ലീഫ്സ് ക്ലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടി എന്നൊക്കെയാണ് നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദണ്ട് എന്നൊക്കെ പറയും, ഒരു ലാത്തി പോലെയൊക്കെയുള്ള ഒരു വടി എന്ന് കണക്കാക്കിയാൽ മതി. അപ്പൊ ആ വടിയും കൈ പിടിച്ചുകൊണ്ട് അവൻ ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ്. ഹി ഡ്രൈജ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്, അവൻ എന്ത് ചെയ്തു? ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്, അവനെ ആ ഈ എന്തിൽ നിന്നാണ്? മഡിൽ നിന്ന്, ചെളിയിൽ നിന്ന് അവനെ വലിച്ചു മാറ്റി, അല്ലെങ്കിൽ വലിച്ചു നീക്കി. ഫ്രം ഔട്ട് ഓഫ് ദ മഡ്, മഡിൽ നിന്ന്. ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ്, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ലോക്ക് ചെയ്തു. വിത്ത് ദ ഹെൻസ്, കോഴികളോട് കൂടെ. ഇൻ ദ ചിക്കൻ കൂപ്പ്, എവിടെയാണ്? കോഴിക്കൂട്ടി കൊണ്ടുവന്ന് കോഴികളോട് കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? അവനെ അടച്ചിട്ടു എന്നാണ് പറയുന്നത്. എന്ത്? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് അതിലേക്ക് നോക്കാം. ഓക്കെ, ദ കപ്പിൾ കൺസിഡേർഡ് ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ. വൈ? എന്തുകൊണ്ടാണ് ആ കപ്പിൾ, അല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും ഇവനെ എന്താണ് ചെയ്തത്? ഒരു ഓൾഡ് മാനായിട്ട്, അല്ലെങ്കിൽ എന്താണ്, കപ്പലിൽ അകപ്പെട്ട ആളായിട്ട് ആ ദമ്പതികൾ അവനെ കണക്കാക്കിയത് എന്തുകൊണ്ടാണ്? ഓക്കെ, ദ കപ്പിൾ കൺസിഡേർഡ് ദ ഓൾഡ് മാൻ, ആ കപ്പിൾ അല്ലെങ്കിൽ ആ ദമ്പതികൾ അവനെ ലോൺലി കാസ്റ്റവേ, കപ്പൽ അപകടത്തിൽ അകപ്പെട്ട ആളായിട്ട്, തീരത്തടിഞ്ഞവനായിട്ട് കണക്കാക്കി. ബിക്കോസ് ഹിസ്
സ്റ്റേറ്റഡ് അപ്പിയറൻസ്, അദ്ദേഹത്തിന്റെ നനഞ്ഞു കുതിർന്നുള്ള ആ ഒരു എന്താണ് വൃത്തികെട്ടുള്ള ആ രീതിയിലുള്ള എന്താണ് അപ്പിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റാഗിങ്, എന്താ പറയുന്ന അപ്പിയറൻസ് എന്ന് വെച്ചാൽ കാഴ്ച, അതായത് ഒട്ടും സുന്ദരകരമല്ലാത്ത നനഞ്ഞു കുതിർന്ന് ചെളി പിടിച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച. ആൻഡ് ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്ട്. ഇൻകോംപ്രഹെൻസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഡയലക്ട്, എന്താണ് ഗോത്രഭാഷ. വിത്ത് എ സ്ട്രോങ് സൈലേഴ്സ് വോയിസ്, അതായത് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന കപ്പലിൽ നാവികന്റെ ഒച്ച പോലെ വളരെ ശക്തമായ ശബ്ദത്തോടു കൂടി ഉള്ള ഒരു ശബ്ദവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ലോൺലി കാസ്റ്റവേ എന്ന് അവർ വിളിച്ചത്. ഇനി അടുത്തത്, വൈ വാസ് ദ നെയ്ബർ വുമൺ ഷുവർ ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ? എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഈ ഓൾഡ് മാൻ ഒരു ഏഞ്ചലാണ് അല്ലെങ്കിൽ ദൈവദൂതനാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം, ദ നെയ്ബർ വുമൺ വാസ് ഷുവർ ദ ഓൾഡ് വുമൻ വാസ് ആൻ ഏഞ്ചൽ. ആ നെയ്ബർ വുമൺ, അതായത് അയൽക്കാരിയായ സ്ത്രീക്ക് ഉറപ്പായിരുന്നു അത് ഒരു ഏഞ്ചൽ ആണെന്ന്. ബിക്കോസ് ഓഫ് ഹിസ് എനോർമസ് വിങ്സ്, അവന്റെ അതിഭയങ്കരമായിട്ടുള്ള ആ കഴുകന്റെ ടൈപ്പുള്ള എന്താണ് വിങ്ങുകൾ കൊണ്ട്. നിങ്ങൾ ഓൾറെഡി മനസ്സിലായെന്ന് തോന്നുന്നു ഇവിടെ എങ്ങനെയുള്ള വിങ്ങുകൾ എന്നാണ് പറഞ്ഞത്. ബസാർഡ് വിങ്സ്, അതായത് കഴുകന്റെ സൈസുള്ള വിങ്ങുകൾ കൊണ്ട്. വിച്ച് സിംബോളൈസ്ഡ് ഡിവൈൻ പ്രസൻസ് ടു ഹർ. അവക്ക് ആ ചിറക് കണ്ടപ്പോൾ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് അനുഭവപ്പെട്ടത്. ഷീ ഓൾസോ ബിലീവ്ഡ് ഹി ഹാഡ് കം ഫോർ ഹീലിംഗ് ദ സിക്ക് ചൈൽഡ്. അവളും വിചാരിച്ചിട്ടുണ്ട് അവൻ വന്നത് ഹീലിംഗ്, സുഖപ്പെടുത്തുന്നതിന് വേണ്ടി. ആരെ? സിക്ക് ചൈൽഡ്, രോഗിയായിരിക്കുന്ന ചൈൽഡിനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന്. ബട്ട് വാസ് ടു ഓൾഡ് ആൻഡ് വീക്ക് ടു ഫുൾഫിൽ ഹിസ് പർപ്പസ്. പക്ഷെ അദ്ദേഹം വളരെ പ്രായമായതുകൊണ്ടും ഈ ഓൾഡ് ആയതുകൊണ്ട് അദ്ദേഹം വന്ന ആ ലക്ഷ്യം, ആ മാലാഖയായിട്ട് വന്ന ദൈവദൂതനായിട്ട് വന്നയാൾക്ക് ഫുൾഫിൽ ചെയ്യുവാനായിട്ടും സാധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഭാഗം മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം.